ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയെ കുറിച്ചിട്ടാണ്. ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻറ്റ് ഒബ്ജക്ട്സിനെ കാണാനായിട്ടാണ്. ഫ്ലൂറസെൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചില സബ്സ്റ്റൻസ് ലൈക്ക് ക്ലോറോഫിൽ, പോർഫൈറിൻ, റൈബോഫ്ലാവിൻ തുടങ്ങിയവയൊക്കെ ഓട്ടോ ഫ്ലൂറസെൻസ് കാണിക്കുന്നവയാണ്. അതായത് ദേ ആർ കേപ്പബിൾ ഓഫ് സെൽഫ് ഫ്ലൂറസെൻസ് വിത്തൗട്ട് ആഡിങ് എനി മെറ്റീരിയൽ. പക്ഷേ ചില സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇതിൽ ദേ ആർ നോട്ട് ഓട്ടോ ഫ്ലൂറസെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറോക്രോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ് വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു UV ലൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂറോക്രോം ഡൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ DNA അല്ലെങ്കിൽ ചില പ്രോട്ടീൻ ഇവയൊക്കെ ഫ്ലൂറസെൻ്റ് ആക്കി മാറ്റുന്നത്. അത് നമുക്ക് ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയിലൂടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഫ്ലൂറസെൻസ്? ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് ലൈറ്റ്, അതായത് UV റേഞ്ചിലുള്ള ലൈറ്റ് നമ്മൾ അബ്സോർബ് ചെയ്തിട്ട്, അതായത് ഹൈ ഫ്രീക്വൻസി എനർജി അബ്സോർബ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി എനർജിയിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അഥവാ ലോ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹൈ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയിൽ ലോ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ് നമ്മുടെ UV ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഏതെങ്കിലും മോളിക്യൂള് ദറ്റ് ഈസ് UV ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അത് വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹൈ വേവ് ലെങ്ത്തിലുള്ള വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അങ്ങനെ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഫ്ലൂറോഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ, അതായത് നമ്മുടെ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൂറസെൻറ്റ് ഒബ്ജക്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മൈക്രോസ്കോപ്പിലൂടെ. അപ്പോൾ ഇതേപോലെ പാർട്ടിക്കിൾസൊക്കെ ഫ്ലൂറസെൻറ്റ് ഡൈസ് ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യിക്കുമ്പോൾ ആ ഡൈസ് ഈ പ്രോട്ടീനിലോ DNA-യിലോ ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുകയും അത് നമുക്ക് ഇങ്ങനെ മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. കൂടുതലായിട്ട് നമ്മൾ ക്യാൻസർ സെൽ സ്റ്റഡീസ്, അതേപോലെ DNA-നെ കുറിച്ചും അതിന് മ്യൂട്ടേഷനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഇങ്ങനെയാണ് ഒരു ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് ഇരിക്കുന്നത്. ഇത് സാധാരണ ഒരു കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ് പോലെ തന്നെയാണ് നമുക്ക് കാണപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ലൈറ്റിങ്ങിലും ലൈറ്റ് സോഴ്സിലും എല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ മറ്റേതിൽ ലൈറ്റ് സോഴ്സ് ആയിട്ട് ടങ്സ്റ്റൺ ലാമ്പോ അല്ലെങ്കിൽ സാധാരണ ലൈറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, സൺലൈറ്റ്. പക്ഷേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെർക്കുറി ആർക്ക് ലാമ്പോ അല്ലെങ്കിൽ സീനോൺ ആർക്ക് ലാമ്പോ ഒക്കെയാണ് UV ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ UV ലൈറ്റാണ് ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ UV ലൈറ്റ് ഇതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഈ മൈക്രോസ്കോപ്പിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് UV ലൈറ്റ് സോഴ്സിൻ്റെയും അതുപോലെ സ്പെസിമെൻ്റെയും ഇടയിലായിരിക്കും ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ UV ലൈറ്റ് സോഴ്സ് ഇതാണ്, ആൻഡ് ഇതാണ് UV ലൈറ്റ് സോഴ്സ്. UV ലൈറ്റ് സോഴ്സിൽ നിന്ന് നമ്മളിങ്ങോട്ട് പാസ് ചെയ്യുന്നു UV ലൈറ്റ്. ഇവിടെയാണ് നമ്മുടെ സ്പെസിമെൻ വെച്ചിരിക്കുന്നത് ആ സ്റ്റേജിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ. ഇതാണ് എക്സൈറ്റേഷൻ ഫിൽറ്റർ, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എക്സൈറ്റേഷൻ ഫിൽറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സൈറ്റേഷൻ ഫിൽറ്റർ ഓൺലി
part of the wavelength of light will be allowed to pass to the specimen. അപ്പോൾ സ്പെസിമെനിലേക്ക് അതിന് ഫിൽറ്റർ ചെയ്യാൻ ഒരു മോണോക്രോം ഒരു എന്താ പറയുക ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യാനായിട്ട് മാത്രം ഇപ്പോൾ പ്രിസം പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു, മോണോക്രോമാറ്റർ പോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് മാത്രമേ ഈ ഒരു സ്പെസിമെനിലൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്നവയാണ് ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ദർ ഇസ് എ ഡൈക്രോമാറ്റിക് മിറർ ഉണ്ട്. ഈ ഡൈക്രോമാറ്റിക് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് കാണാം, നമ്മൾ ലൈറ്റ് സോഴ്സ് താഴെയായിരിക്കും, ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഇങ്ങനെ താഴെ നിന്ന് ലൈറ്റ് സോഴ്സ് അത് സ്പെസിമെനിൽ തട്ടി അത് ഇവിടെ ഐ പീസിലൂടെ കാണാൻ പറ്റും. ഇതിലങ്ങനെയല്ല. ഇതിൽ നമുക്ക് അതിന് പകരമായിട്ട് യു വി ലൈറ്റ് സോഴ്സ് ഇവിടെ നിന്നാണ്, അവിടെ നിന്ന് വരുന്ന ലൈറ്റിനെ താഴെ സ്പെസിമെനിലേക്ക് കടത്തിവിടാനായിട്ടുള്ളവയാണ് ഈ ഡൈക്രോമാറ്റിക് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു 90 ഡിഗ്രി ഡിഫ്ലക്ഷൻ ലൈറ്റിന് സംഭവിക്കാനായിട്ട് ഇവിടെ ഒരു ഡൈക്രോമാറ്റിക് മിറർ ഇങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോഴാണ് ഇത് ഈ ലൈറ്റ് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ ഡയറക്റ്റ് ചെയ്യപ്പെട്ട ലൈറ്റ് ഈ സ്പെസിമെനിൽ വന്ന് വീഴുകയും സ്പെസിമെനെ ഇല്ലുമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു ഫിൽറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് സ്പെസിമെനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് അത് തിരികെ വേറൊരു ഫിൽറ്ററിലൂടെ അത് പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എമിഷൻ ഫിൽറ്റർ. ഈ എമിഷൻ ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ സ്പെസിമെനിൽ തട്ടി തിരിച്ചു പോകുന്ന ഈ എന്താ പറയുക ലൈറ്റ് എന്ന് പറയുന്നത് അത് യു വി ലൈറ്റാണ്. യു വി ലൈറ്റ് കണ്ണിന് ദോഷകരമാണ്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എമിഷൻ ഫിൽറ്റർ ഉള്ളത്. ഈ എമിഷൻ ഫിൽറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് യു വി ലൈറ്റിനെ എന്താ പറയുക ഒബ്സർവേഴ്സ് ഐയിൽ റീച്ച് ചെയ്യുന്നതിനെ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണിന് ദോഷകരമായിട്ട് വരില്ല. എന്നിട്ട് നമുക്ക് ആ ഇമേജ് നമുക്ക് ഇതിലൂടെ ഐ പീസിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു, ഈ പറയുന്ന നമ്മൾ കാണപ്പെടുന്ന ഇമേജ്. അപ്പോൾ യു വി ലൈറ്റ് ഒരിക്കലും അതിൻ്റെ മുകളിൽ നമ്മുടെ കണ്ണിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എമിഷൻ ഫിൽറ്റർ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. നമ്മൾ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്ന് എക്സൈറ്റേഷൻ ഫിൽറ്റർ, അടുത്തത് ഡൈക്രോമാറ്റിക് മിറർ ആൻഡ് എമിഷൻ ഫിൽറ്റർ. അപ്പോൾ ഈ എക്സൈറ്റേഷൻ ഫിൽറ്ററിൽ നമുക്ക് കാണാം യു വി ലൈറ്റ് പല വേവ് ലെങ്ത്തിലുള്ളത് വരുന്നുണ്ട്. അതിനെ ഒരൊറ്റ വേവ് ലെങ്ത്തിൽ മാത്രം കടത്തിവിടുന്നതാണ് ഈ എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അത് ഡൈക്രോമാറ്റിക് മിററിൽ പതിക്കുന്നു. ആ മിററിൽ നിന്ന് അത് താഴത്തോട്ട് വരുന്നു. ആ മിററിൽ നിന്ന് ഇത് കണ്ടോ ഈ സ്പെസിമെനിലേക്ക് പതിക്കുന്നുണ്ട്. ഇവിടെ ആ സ്പെസിമെനിലേക്ക് പതിക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഇവിടെ പലതരത്തിലുള്ള ഫ്ലൂറോക്രോംസ്, അതായത് ഡൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസീൻ, റോഡാമിൻ, ഹെസ്റ്റ് സ്റ്റെയിൻ തുടങ്ങിയവയെല്ലാം. ഇതെല്ലാം ഓരോരോ എന്താ പറയുക കമ്പോണൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഹെസ്റ്റെയിൻ എന്ന് പറയുന്നത് അത് DNA വേണ്ടി മാത്രമാണ് ഉള്ളത്. അതൊരു ബ്ലൂ കളറായിട്ടാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്. അങ്ങനെ പലതരത്തിലുള്ള ഡൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ സ്പെസിമെനിൽ പതിക്കുന്ന ആ ലൈറ്റ് പിന്നീട് അവിടെ നിന്ന് നമുക്ക് ഈ മുകളിലോട്ട് പോരുമ്പോഴത്തേക്കും അത് എമിഷൻ ഫിൽറ്റർ ഇതിനെ എന്താ പറയുക ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് യു വി ലൈറ്റ് കണ്ണിലേക്ക് പതിക്കാതെ ഇരിക്കാനായിട്ട് എമിഷൻ ഫിൽറ്റർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഇമേജ് ഏത് ഇമേജാണോ അതിൽ ഫോം ചെയ്ത ഇമേജിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ ഓഫ് മാക്രോ മോളിക്യൂൾസ് സച്ച് ആസ് ആൻറ്റിജൻ, അതായത് പ്രോട്ടീൻസ്, DNA, RNA ഇതിനെയെല്ലാം. അതേപോലെ ആൻറ്റിബോഡീസിനെ നമുക്ക് ഫ്ലൂറോക്രോം വെച്ചിട്ട് എന്താ പറയുക ഫ്ലൂറോക്രോം വെച്ചിട്ട് നമുക്ക് സ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആൻറ്റിബോഡീസിനെ നമുക്ക് അതിലൂടെ വ്യൂ ചെയ്യാവുന്നതാണ്. ദെൻ
അതുപോലെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് ഫോമിങ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് അത് ഒരു പ്രത്യേക യു വി ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പൊസിഷൻ, അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമേഷൻ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിൻ്റെ